കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ചുകൊണ്ട് വ്യോമസേനയുടെ ഒരു നീക്കം നടക്കുകയാണ്. വ്യോമസേനയുടെ ആ ഒരു റിപ്പോർട്ട് നരേന്ദ്രമോദിയുടെ മുന്നിലെത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിക്ക് ഒരു ഉൾക്കിടിലമുണ്ടായി കാണും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്താണ് ഈ സംഭവം? അതായത് ഫ്രാൻസിൽ നിന്ന് 114 റഫാൽ വിമാനങ്ങൾ നേരിട്ട് വാങ്ങണമെന്ന് വ്യോമസേന ഇപ്പോൾ കേന്ദ്രത്തോട് പറഞ്ഞിരിക്കുകയാണ്. MRF അതായത് യുദ്ധവിമാനങ്ങൾ 114 മീഡിയം മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ആഗോള ടെൻഡർ നടപടികൾ ഇഴഞ്ഞ് നീങ്ങുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതിനിടെയാണ് സർക്കാരുകൾ തമ്മിലുള്ള കരാർ പ്രകാരം റഫാൽ വാങ്ങാനുള്ള നിർദ്ദേശം കേന്ദ്രത്തിന് മുമ്പാകെ ഇപ്പോൾ വ്യോമസേന വച്ചിരിക്കുന്നത്. അതായത് ഗവൺമെൻറ് ടു ഗവൺമെൻറ് G2G വഴി ഈ വിമാനങ്ങൾ എത്രയും വേഗം വാങ്ങണമെന്നാണ് വ്യോമസേന പറയുന്നത്. 8 വർഷം മുമ്പ് തുടങ്ങിയ MRFA ടെൻഡർ നടപടികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ കൈമാറ്റം ഉൾപ്പെടെയുള്ള നിബന്ധനകൾ ഉൾപ്പെടുത്തിയാണ് MRFA പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്തായിരുന്നാലും ഈ പദ്ധതി ചില സാങ്കേതിക തകരാറുകൾ മൂലം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ നിലവിൽ ഇന്ത്യ അഭിമുഖീകരിക്കുന്നത് വലിയൊരു യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് ചുറ്റും വലിയൊരു പ്രതിരോധം തീർക്കേണ്ട ഉത്തരവാദിത്തം നമ്മുടെ കരസേന, വ്യോമസേന, നാവികസേന എന്നിവയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ 1.2 ലക്ഷം കോടി രൂപയിലധികം ചെലവ് വരുന്ന പദ്ധതി പൂർത്തിയാക്കാനായി വർഷങ്ങളായി വ്യോമസേന കാത്തിരിക്കുന്നുണ്ട്. ഇനി ഈ ഒരു സാഹചര്യത്തിൽ അങ്ങനെ കാത്തിരിക്കാൻ കഴിയില്ല. ചൈന പാകിസ്ഥാൻ ദ്വിമുഖ യുദ്ധ സാഹചര്യങ്ങളെ അതിജീവിക്കണമെങ്കിൽ വ്യോമസേനയ്ക്ക് കുറഞ്ഞത് യുദ്ധവിമാനങ്ങളുടെ 42.5 സ്ക്വാഡ്രണുകളെങ്കിലും വേണ്ടിവരും. എന്നാൽ നിലവിൽ നമുക്കുള്ളത് 31 സ്ക്വാഡ്രണുകൾ മാത്രമാണ്. ഒരു സ്ക്വാഡ്രൺ എന്നത് 18 മുതൽ 20 വിമാനങ്ങൾ വരെ ഉൾപ്പെടുന്ന ഒരു സംഘമാണ്. വരും മാസങ്ങളിൽ വ്യോമസേനയുടെ പക്കലുള്ള സോവിയറ്റ് കാലത്തെ MiG-21 യുദ്ധവിമാനങ്ങളെ സേനയിൽ നിന്ന് ഒഴിവാക്കേണ്ടി വരും. ഇതോടെ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ ശേഷി 29 എന്ന നിലയിലേക്ക് കൂപ്പുകുത്തും. ഈ പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് വ്യോമസേന നിലവിൽ കേന്ദ്രത്തിനോട് ആവശ്യപ്പെടുന്നത്. ഇനി കാലതാമസം ഉണ്ടാകാൻ പാടില്ല. MRF ഇടപാട് വേണ്ടെന്നും പകരം നിലവിൽ കാര്യക്ഷമമെന്നും യുദ്ധ സാഹചര്യങ്ങളിൽ മികവ് തെളിയിച്ചതും വ്യോമസേനയുടെ ആവശ്യങ്ങൾക്ക് ഉതകുന്നതുമായ ഫ്രാൻസിന്റെ റഫാൽ വിമാനങ്ങൾ ഗവൺമെന്റ് ടു ഗവൺമെന്റ് അതായത് GTG കരാർ പ്രകാരം വാങ്ങാനുള്ള നിർദ്ദേശമാണ് നിലവിൽ വ്യോമസേന വച്ചിരിക്കുന്നത്. ചൈനയുടെ സ്റ്റെൽത്ത് വിമാന ഭീഷണി ഇന്ത്യയുടെ കിഴക്കും വടക്കുമുള്ള അതിർത്തികളിൽ നിലവിൽ ഉയർന്നു വരികയാണ്. ഈ സാഹചര്യങ്ങളിൽ സ്ക്വാഡ്രൺ ശേഷി കുത്തനെ കുറയുന്നതിലുള്ള ആശങ്കയാണ് ഇപ്പോൾ വ്യോമസേന പങ്കുവയ്ക്കുന്നതും ഈ നീക്കങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാകുന്നതും. G2G ഇടപാടാകുമ്പോൾ വളരെ പെട്ടെന്ന് നടപടികൾ പുരോഗമിക്കുമെന്നും ടെൻഡർ നടപടികളെക്കാൾ വേഗത്തിൽ സേനയ്ക്ക് യുദ്ധവിമാനങ്ങൾ ലഭ്യമായി തുടങ്ങുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ താൽക്കാലിക ആശ്വാസം എന്ന നിലയിൽ 36 റഫാൽ വിമാനങ്ങൾ ഇന്ത്യ G2G ഇടപാടിലൂടെ വാങ്ങിയിരുന്നു. ഇതിനു പുറമെ നാവികസേനയ്ക്ക് വേണ്ടി 26 റഫാൽ M വിമാനങ്ങളും സമാനമായ നിലയിൽ കരാർ ഒപ്പുവെച്ചിട്ടുണ്ട്. റഫാൽ വിമാനങ്ങൾക്കായി ഇന്ത്യയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെയുണ്ട്. മാത്രമല്ല വ്യോമസേന പൈലറ്റുമാർക്ക് ഉപയോഗിച്ച അനുഭവ പരിചയവുമുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിൽ പാക് ഭീകരവാദ താവളങ്ങളെ ആക്രമിച്ചതും റഫാൽ വിമാനങ്ങൾ ഉപയോഗിച്ചാണ്. അതിനാൽ റഫാൽ വിമാനങ്ങൾ തന്നെ മതിയെന്നാണ് വ്യോമസേനയുടെ നിലവിലുള്ള തീരുമാനം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.